4 വമ്പൻ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കുഞ്ഞൻ ഇസ്മു പറഞ്ഞു തരട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ തീർന്നു കിട്ടാനും ചെയ്യുന്ന കാര്യങ്ങളിൽ എളുപ്പമുണ്ടാകാനും അതുപോലെ തന്നെ ഉയർച്ച ലഭിക്കാനും രോഗങ്ങളിൽ നിന്ന് കാവൽ കിട്ടാനും തുടങ്ങി അത്ഭുതപ്പെടുത്തുന്ന 4 വമ്പൻ നേട്ടങ്ങൾ ഈ ഒരു കുഞ്ഞൻ ദിക്ർ, ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരും. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം. വീഡിയോ മുഴുവനും കേൾക്കുക. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും വിഷമങ്ങളും തീർന്നു കിട്ടാൻ കാരണമാകുന്ന മഹത്തായ ഒരു ദിക്റാണ്, ഒരു ഇസ്മാണ്. ചൊല്ലാൻ വളരെ എളുപ്പമാണ്. ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന രൂപത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ നേട്ടവും ലഭിക്കും. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യവും റാഹത്താക്കി തരട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞ് ദുആരക്കാൻ ഏൽപ്പിക്കുന്നവരുണ്ട്. പല വിഷയങ്ങളും പറയണേ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ കമൻ്റായിട്ടും അതുപോലെ തന്നെ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഉസ്താദേ ഇന്ന വിഷയത്തെ സംബന്ധിച്ചൊന്ന് പറയുമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ പറഞ്ഞ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിലും ചെയ്തു വെക്കുക. കാരണം പുതിയ പുതിയ ഇതുപോലെയുള്ള അറിവുകൾ, ഇൽമുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് അത് പെട്ടെന്ന് എത്തിച്ചേരാൻ അത് സഹായിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അത്ഭുത ഇസ്മിനെ സംബന്ധിച്ചാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന മുഴുവൻ പവറുള്ള ഇസ്മുകളാണ്. ഈ ഇസ്മുകൾ ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടം, അസ്മാഉൽ ഹുസ്ന മുഴുവനായ ഒരാൾക്ക് കാണാതെ പഠിക്കാൻ അവസരം കിട്ടി, അയാൾ മനഃപ്പാടമാക്കി അത് നിരന്തരം ചൊല്ലുന്ന ആളാണ് എങ്കിൽ സ്വർഗം അയാൾക്ക് ഉറപ്പാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നത്. സ്വർഗം ആ വ്യക്തിക്ക് ഉറപ്പായും ലഭിക്കും, അത് ഉറപ്പാണ് എന്ന്. അപ്പോൾ അസ്മാഉൽ ഹുസ്നയ്ക്ക് അത്രയേറെ പവറുണ്ട്. കാരണം പറയുന്നത് ഈ അസ്മാഉൽ ഹുസ്നയുടെ കൂട്ടത്തിൽ ഇസ്മുൽ അഅ്ളം ഏറ്റവും പവറുള്ള ഒരു ഇസ്മുണ്ട്, ഏറ്റവും പവറുള്ള ഒരു ഇസ്മ. ആരെങ്കിലും ഒരാൾ ആ ഇസ്മുൽ അഅ്ളം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഉറപ്പായും നടന്നു കിട്ടും. ആ കാര്യത്തിന് യാതൊരു സംശയമില്ല, അത് നടന്നു കിട്ടും എന്നതിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്രയേറെ പവറുള്ള ഒരു ഇസ്മ അസ്മാഉൽ ഹുസ്നയുടെ കൂട്ടത്തിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇസ്മ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത്, അയാളുടെ കാര്യം നടന്നു കിട്ടും, അത് ഉറപ്പാണ്. എന്നാൽ ഏതാണ് ആ ഇസ്മ എന്ന് പ്രത്യേകം മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല, പറഞ്ഞു തന്നില്ല. കാരണം എന്തേ, അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകളും പവറുള്ളതാണ്. അപ്പോൾ ഓരോ ഇസ്മിനും ആ മഹത്വം കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഏതാണ് ഇസ്മ എന്ന് റബ്ബിനറിയാലോ, അള്ളാഹുവിനറിയാലോ. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന ഇസ്മ ഒരു പക്ഷേ അത് ഇസ്മുൽ അഅ്ലമാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലമുള്ള പ്രവർത്തനം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ കാരണമായി തീരുന്ന ഒരു അമലായിരിക്കും അത് ഇൻഷാ അല്ലാഹ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഇസ്മ അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ കൂട്ടത്തിലെ അൽ മജീദു എന്ന ഇസ്മാണ്. മജീദ് നമ്മുടെയൊക്കെ പല ആളുകളുടെ പേരുണ്ടാവും, അബ്ദുൽ മജീദ്. ചില ആളുകൾ മജീദേ എന്ന് വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നാമം അൽ മജീദാണ്. ചിലർ സംശയം ചോദിച്ചൊരു വിഷയമാണ് എന്ത്. ഇപ്പം ചില ആളുകൾ എന്ത് ചെയ്യും, ഈ പേര് അബ്ദുൽ ഖാദിർ, അബ്ദുർ റഹ്മാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക അബ്ദുർ റഹീം, അല്ലേ, അങ്ങനെ കൂടുതൽ അബ്ദുൽ മജീദ്, അബ്ദുൽ ഗഫൂർ, ഇങ്ങനെ എന്ത് ചെയ്യുക പേര് അബ്ദു കൂട്ടിയിട്ട് വിളിക്കാറുണ്ട്. പക്ഷേ ഇതിന് ഷോർട്ടാക്കിയിട്ട് പലപ്പോഴും എന്ത് ചെയ്യും, ചില ആളുകൾ വിളിക്കുന്നത് ഗഫൂർ എന്ന് വിളിക്കും, മജീദ് എന്ന് വിളിക്കും, സത്താറ എന്ന് വിളിക്കും. അപ്പോൾ പേര് അള്ളാഹുവിൻ്റെ പേരാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അത് തെറ്റല്ലേ എന്ന് ചോദിച്ച ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നാമം അൽ സത്താർ, അൽ മജീദ്, അൽ ഗഫൂർ, അർ റഹ്മാൻ, ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ നാമം കേട്ടോ. അല്ല ഒരാളെ റഹ്മാനെ എന്ന് വിളിച്ചു എന്ന് എഴുതിയിട്ട് അത് അള്ളാഹിൻ്റെ പേരാകൂല. മറിച്ച് അർ റഹ്മാൻ, അറിയപ്പെട്ട അള്ളാഹ്, അറിയപ്പെട്ട റഹ്മാൻ, അറിയപ്പെട്ട സത്താർ, അല്ലെ അറിയപ്പെട്ട മജീദ്, അതാരാ അള്ളാഹു മാത്രമാണ്. അപ്പം ഒരാൾ അൽ മജീദ് എന്ന് വിളിക്കരുത്, തെറ്റാണ്, അത് വിളിക്കാൻ പാടില്ല അള്ളാഹിൻ്റെ പേര്. അപ്പോൾ അവിടെ കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യും, അബ്ദുൽ മജീദ്, അബ്ദുൽ സത്താർ, അബ്ദുർ റഹ്മാൻ, ഇങ്ങനെ എന്ത് ചെയ്യാം അബ്ദ് ചേർത്ത് വിളിക്കുക. അതായത് റഹ്മാനായ അർ റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമ, അൽ സത്താറായ അള്ളാഹുവിൻ്റെ അടിമ, അൽ മജീദായ അള്ളാഹുവിൻ്റെ അടിമ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരിക കേട്ടോ. അപ്പോൾ സംശയം ചോദിച്ചത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. അപ്പം അൽ മജീദ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ ആരെങ്കിലും ഒരാൾ നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിളിക്കുമ്പോൾ വളരെ കൽബിൽ നല്ല ഇഖ്ലാസോട് കൂടിയിട്ടാവണം വിളിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ കാര്യം, ഇത് ഞാൻ വിളിക്കുന്നത് അള്ളാഹുവിൻ്റെ പേരാണ്, അള്ളാഹുവിൻ്റെ ഇസ്മാണ് എന്ന ആ നല്ല നിയ്യത്തോട് കൂടിയിട്ടാവണം
നമ്മുടെ കൽബിൽ എന്ത് ചെയ്യാൻ വിളിക്കേണ്ടത്, അള്ളാഹുവിനെ വിളിക്കേണ്ടത് നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടാൻ. ഇനി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകാൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകാൻ ഖുൽ യാ മജീദ്, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മജീദ് എന്ന ഇസ്മ നിങ്ങൾ ചൊല്ലിക്കോളാൻ. എത്ര എണ്ണം എന്നൊന്നുമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് യാ മജീദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്, ഇങ്ങനെ എന്ത് ചെയ്യുക, നിരന്തരം ഒരാൾ ചൊല്ലുന്നുണ്ട് എങ്കിൽ ആ വ്യക്തി ആ ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ ഉയർച്ച ലഭിക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ്. ഇനി തൈസീരി, കാര്യങ്ങൾ എളുപ്പമായി കിട്ടാൻ. ഒന്നാമത്തെ നേട്ടം നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉയർന്നു കിട്ടാൻ, ഉയർച്ചയിലായി കിട്ടാൻ, കാര്യങ്ങൾക്കൊക്കെ വലിയ ഉയർച്ച, ഫത്തഹും ഉയർച്ച ഉണ്ടായി കിട്ടാൻ. രണ്ടാമത്തതിൽ തൈസീരി, കാര്യങ്ങൾ എളുപ്പമായി കിട്ടാൻ. എളുപ്പമായി കിട്ടാൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രയാസങ്ങളൊന്നുമില്ലാതെ, തടസ്സങ്ങളൊന്നുമില്ലാതെ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ കാര്യങ്ങൾ സ്മൂത്തായി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഖുൽ പറയണം 99 മറ, 99 തവണ പറയണം യാ മജീദു. യാ മജീദു എന്ന ഇസ്മ 99 തവണ ഒരാൾ ചൊല്ലണം. ബഅദ സ്വലാത്തി സുബഹി, സുബഹി നിസ്കാര ശേഷം. സുബഹി നിസ്കാര ശേഷം 99 തവണ യാ മജീദു എന്ന ഇസ്മ ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അതിലൊരു പ്രയാസം ഉണ്ടാവില്ല, തടസ്സങ്ങൾ ഉണ്ടാവില്ല, കാര്യങ്ങൾ സ്മൂത്തായി കിട്ടും ഇൻഷാ അല്ലാഹ്. ജോലി ചെയ്യുന്ന ആളുകൾക്ക്, കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് തുടങ്ങി ഏത് മേഖല കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും ശരി, ആ കാര്യങ്ങൾ മുഴുവൻ അവരുദ്ദേശിച്ചതിനേക്കാൾ എളുപ്പത്തിൽ അവർക്ക് പൂർത്തിയായി കിട്ടാൻ കാരണമാവുന്ന മഹത്തായ ഇസ്മ. എത്ര? 99 തവണ എല്ലാ സുബഹി നിസ്കാരവും ചെല്ലാം. സുബഹി നിസ്കാരം തന്നെ ചെല്ലണോ, ശേഷം തന്നെ ചെല്ലണോ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് എന്ത് ചൊല്ലിയിട്ട് കാര്യമില്ല. കാരണം സുബഹി നിസ്കാരം എന്നുള്ള നിസ്കാരം കൃത്യമായി നിസ്കരിച്ചാലല്ലേ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ റാഹത്ത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി നിർവഹിക്കാൻ ശ്രമിക്കുക. ഇനി മാരകമായ രോഗങ്ങൾ വരുമെന്നോ, പ്രയാസങ്ങൾ വരുമെന്നോ, പ്രശ്നങ്ങൾ വരുമെന്നോ, അത്തരത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഏതു വലിയ രോഗങ്ങളിൽ അകപ്പെട്ട ആളുകളാണെങ്കിലും അതിൽ നിന്നും രക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനൊക്കെ പേടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ, രക്ഷ കിട്ടാൻ എന്ത് ചെയ്യാൽ മുദാവമത്തു അലാ ദിക്രി യാ മജീദ്, യാ മജീദ് എന്ന ദിക്ർ ഇങ്ങനെ അധികരിപ്പിച്ചാൽ മതി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൂടെ മഹാന്മാരോട് പഠിപ്പിച്ചിരിക്കുകയാണ്. യാ മജീദ്, യാ മജീദ്, യാ മജീദ്, യാ മജീദ്, യാ മജീദ് എന്ന് അള്ളാഹുവിൻ്റെ ഇസ്മാണ് ചൊല്ലുന്നത് എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ നിരന്തരം ചൊല്ലിക്കഴിഞ്ഞാൽ മാരകമായ ഒരു രോഗങ്ങളിലും ആ വ്യക്തി പെട്ടുപോകൂല, പേടിക്കപ്പെടുന്ന ഒരു രോഗങ്ങളിലും പെട്ടുപോകൂല. അള്ളാഹു സകല രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറട്ടെ. ഇനി വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് എങ്കിൽ ആ വേദനയിൽ നിന്നും മുക്തി നേടാൻ, എന്ത് വലിയ വേദനയാണെങ്കിലും ശരി, എത്ര പ്രയാസപ്പെടുത്തുന്ന വേദനയാണെങ്കിലും ശരി, അത് ശരീരത്തിൻ്റെ വേദനയാകട്ടെ, മനസ്സിൻ്റെ വേദനയാകട്ടെ, എത്ര വേദനയിൽ നിന്നും രക്ഷ കിട്ടാനുള്ള ഒരു മാർഗമായി മഹാന്മാർ പറഞ്ഞത് ഖുൽ യാ മജീദ്, യാ മജീദു എന്ന ഇസ്മ ഒരാൾ ചൊല്ലണം 57 മറത്തൻ. എത്ര തവണ? 57 തവണ. 57 തവണ യാ മജീദ്, എല്ലാ ദിവസവും മുടങ്ങാതെ യാ മജീദ്, യാ മജീദ്, യാ മജീദ് എന്നിങ്ങനെ 57 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ യശ്ഫികല്ലാഹു മിൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ആ ഒരു രോഗത്തിൽ നിന്നും, ആ ചൊല്ലുന്ന ആൾക്ക് കേട്ടോ, രോഗത്തിൽ നിന്നും ഷിഫാ നൽകുന്നതാണ്, ആ വേദനയിൽ നിന്നും അല്ലാഹു മുക്തി നൽകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വേദനകളൊക്കെ അല്ലാഹു തീർത്തു തരുമാറാകട്ടെ, പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി തരുമാറാകട്ടെ. വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, വിഷമിക്കുന്ന ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഇതൊന്ന് കൈ മുതലാക്കി വെക്കുക. അത്തരത്തിൽ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. അവരുടെ വിഷമങ്ങൾ തീർന്നു കിട്ടിയാൽ അത് നമുക്കും ഗുണമാണ്, നമുക്കും അതിന് സന്തോഷമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ ദുആ വസിയത്തുകളും ഒക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രശ്നപരിഹാരങ്ങൾക്ക് വിളിക്കുന്ന ആളുകൾക്ക് നമ്പർ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കഴിയുന്ന ആളുകൾക്ക് അതിൽ ബന്ധപ്പെടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.